ഇനി പേപ്പർ വായനയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു തുടർ ന്യൂസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യയും ചൈനയുമായുള്ള ഒരു ബൈലേറ്ററൽ റിലേഷനെ കുറിച്ചാണ്. ഒരു ടിബറ്റൻ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയുമായുള്ള ഒരു റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ന്യൂസ് പേപ്പർ ഓപ്പൺ ചെയ്യാം. ന്യൂസിൻ്റെ ഹെഡിങ് ബിഹൈൻഡ് അൺയൂഷ്വൽ മൂവ് ബിഡ് മെൻ ഫെൻസിസ് വിത്ത് ബീച്ചിങ്. ബിഹൈൻഡ് അൺയൂഷ്വൽ മൂവ്, നമ്മൾ മുമ്പ് പറഞ്ഞു ഒരു അൺയൂഷ്വൽ മൂവ്മെൻറ്റ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ മൂവ്മെൻറ്റ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ബിഹൈൻഡിൽ എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് ടു മെൻ ഫെൻസസ് വിത്ത് ബീച്ചിങ്, ചൈനയുമായുള്ള ഒരു സൗഹൃദ ബന്ധം പുതുക്കലാണ്. ഇവിടെ മെൻഡ് എന്ന് പറഞ്ഞാൽ തിരുത്തുക, ഫെൻസസ് എന്ന് പറഞ്ഞാൽ, ഫെൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലങ്ങളുടെ അതിരിൽ സ്ഥാപിക്കാറുള്ള വേലിക്കാണ് ഫെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വേലി തിരുത്തുക എന്ന വാക്കർത്ഥമുള്ള ഈ വേർഡ് ഒരു ഫ്രൈസൽ വേർഡാണ് ഇംഗ്ലീഷിൻ്റെ. മെൻ ഫെൻസസ് എന്ന് പറഞ്ഞാൽ തെറ്റി നിൽക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ ഇണക്കി ചേർക്കുന്നതിനെയാണ് മെൻ ഫെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ മെൻഡ് യുവർ ഫെൻസസ് വിത്ത് യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിൻ്റെ കൂട്ടുകാരനുമായുള്ള നിൻ്റെ പ്രശ്നം ഒത്തുതീർപ്പാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യയും ചൈനയുമായുള്ള ആ ബന്ധം സ്ഥാപിക്കുക എന്നാണ്. ഇവിടെ ബിഡ് എന്ന് പറയുന്നത്, ബിഡ് എന്നതിൻ്റെ വാക്കർത്ഥം ലേലം വിളിക്കുക, പറയുക, അംഗീകാരം കൊടുക്കുക, അങ്ങനെ ഒരുപാട് അർത്ഥമുണ്ട്. അതിൻ്റെ ഓരോ ഒക്കേഷനിലാണ് അതിൻ്റെ അർത്ഥം വ്യത്യാസം വരുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം. 11 months later, 11 മാസങ്ങൾക്ക് ശേഷം ദലൈലാമാസ് വിസിറ്റ്സ്, ദലൈലാമയുടെ സന്ദർശനം ടു അരുണാചൽ പ്രദേശിലേക്കുള്ള ദലൈലാമയുടെ സന്ദർശനം ലെഡ്, അത് നയിച്ചു, അത് ഉണ്ടാക്കി ടു എ സ്റ്റീപ്പ് സ്ലൈഡ്. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള, സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു തെന്നി മാറുക, വഴുതി പോവുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ സ്റ്റീപ്പ് സ്ലൈഡ് in bilateral tie with China in 2017. അപ്പോൾ ഇവിടെ അത് നയിച്ചു, അദ്ദേഹത്തിൻ്റെ സന്ദർശനം നയിച്ചു ടു സ്റ്റീപ്പ് സ്ലൈഡ്, കുത്തനെയുള്ള ഒരു വഴുതി മാറ്റം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അകൽച്ച സംഭവിച്ചു, ഒരു വിള്ളൽ സംഭവിച്ചു, ബന്ധങ്ങളിൽ ഒരു വിള്ളൽ സംഭവിച്ചു എന്നർത്ഥം. ഇൻ ബൈലാറ്ററൽ ടൈ, ടൈ എന്ന് പറഞ്ഞാൽ ബന്ധം, ടൈ എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നർത്ഥം. അവിടെ ബന്ധം വിത്ത് ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളിൽ ഒരു വിള്ളൽ സംഭവിച്ചു ഇൻ 2017. And 2.5 months stand off at Doklam. 2.5 മാസത്തെ മാറി നിൽക്കലിന് ശേഷം 2.5 months സ്റ്റാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക, മാറി നിൽക്കുക. അറ്റ് ഡോക്ലം എന്ന് പറയുന്നത് ഒരു, നിങ്ങൾക്കാണ് അവിടെ ക്യാപിറ്റൽ ലെറ്ററാണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം അത് ഒന്നുകിൽ ഒരു സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമായോ ഒരു നൗണായി നമുക്ക് പരിഗണിക്കപ്പെടുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റ് ആയിരിക്കും. നമ്മൾ മുമ്പ് സെൻറ്റർ എന്ന് പറയുന്ന പോലെ കേന്ദ്രം, അത് ഏകദേശം ഒരു നാമമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നായിരിക്കും. ഈ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്ത വേർഡുകളെ നിങ്ങൾ ഡിക്ഷണറിയിൽ തപ്പി കഴിഞ്ഞാൽ പലപ്പോഴും ലഭിക്കുകയില്ല. അപ്പോൾ ഡിക്ഷണറി നോക്കുന്ന ആളുകൾക്ക് പ്രത്യേകം നോട്ട് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ചില വേർഡുകൾ. ചില എക്സെപ്ഷൻസ് ഉണ്ട്, ചില വേർഡുകളിൽ അങ്ങനെ വരാറുണ്ട്. ആ വേർഡ് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് ശേഷം വരുന്ന ന്യൂസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ സാധാരണ ക്യാപിറ്റൽ ലെറ്ററിൽ വരുന്ന ലെറ്ററുകൾ പ്രത്യേകം ഒരു നോൺ രൂപത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരർത്ഥമായിരിക്കും അതിന്. അപ്പോൾ ഇവിടെ ഡോക്ലം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഈ ഡോക്ലം എന്നുള്ള സ്ഥലം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ട്രൈ ജംഗ്ഷൻ ഏരിയയാണ്. അതായത് ഏകദേശം 100 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുള്ള ഇന്ത്യയും ഭൂട്ടാനും ചൈനയും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന ഒരു ഏരിയയാണ് ഡോക്ലം എന്ന് പറയുന്നത്. അവിടെ ചൈനൻ മിലിറ്ററിയും ഇന്ത്യൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ മിലിറ്ററിയും തമ്മിൽ ഏകദേശം നേർക്കുനേർ കണ്ടുമുട്ടുന്ന ഒരു പ്രദേശമാണ് ഡോക്ലം. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിരുന്നു, സൈനികർ തമ്മിലുള്ള ഒരു വിട്ടുനിൽക്കലുണ്ടായിരുന്നു.
ഫോറിൻ സെക്രട്ടറി ഗോഖലെസ് നോട്ട്. അപ്പം നമ്മൾ മുമ്പ് ഒന്നാമത്തെ ക്ലാസ്സിൽ പഠിച്ചു ഗോഖലെ ഒരു നോട്ട് അയച്ചു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ട് എന്താണ് നോട്ടിലുള്ളത്? ടു സ്കിപ്പ് ഫങ്ഷൻസ് ടിബറ്റൻ ലീഡർഷിപ്പ് ഇൻ എക്സൈൽ. ടിബറ്റൻ ആളുകളുടെ ആ ഫങ്ഷൻസ് പ്രോഗ്രാമിനെ ഒഴിവാക്കുക എന്നുള്ള ഗോഖലെയുടെ നോട്ട് ഇസ് എ റിഫ്ലക്ഷൻ. അതൊരു പ്രതിഫലനമാണ്. റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ണാടി കാണിക്കുമ്പോൾ നിങ്ങൾ പ്രതിഫലനം കാണും, അതിനാണ് റിഫ്ലക്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രതിഫലനമാണ് ഓഫ് ഇന്ത്യസ് കോഷ്യസ് അപ്രോച്ച്. ഇന്ത്യയുടെ കോഷ്യസ് കരുതലോടുകൂടിയുള്ള ഒരു സമീപനത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു കരുതലോടുകൂടിയുള്ള ഒരു സമീപനമാണ് എന്നർത്ഥം. കോഷ്യസ് എന്ന് പറഞ്ഞാൽ കരുതൽ, പ്രിക്കോഷ്യസ് എന്ന് പറഞ്ഞാൽ മുൻകരുതൽ, കോഷൻ എന്ന് പറഞ്ഞാൽ കരുതലോടുകൂടെ, അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമീപനം എന്നർത്ഥം. ടുവാർഡ്സ് ബീച്ചിങ്, ഇവിടെ ബീച്ചിങ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ബീച്ചിങ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചൈന എന്നർത്ഥം. ആസ് ഇറ്റ്സ് എംബാർക്ക് ഓൺ, അത് ആരംഭിക്കുന്നു. എംബാർക്സ് ഓൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ആരംഭിക്കുന്നു. ദ ടാസ്ക് ഓഫ് മെൻഡിങ്, ടാസ്ക് എന്ന് പറഞ്ഞാൽ ജോലി. മെൻഡിങ് ഫെൻസസ്, ഒരു സൗഹൃദം പുതുക്കൽ എന്ന ജോലി ഇത് ആരംഭിക്കുന്നു. വിത്ത് ഇറ്റ്സ് ഓൺ നെയ്ബേഴ്സ്, വിത്ത് നോർത്തേൺ നെയ്ബർ, ഇന്ത്യയുടെ നോർത്തേൺ അയൽക്കാരുമായി. ഇവിടെ ചൈന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ വിത്ത് ചൈന എന്ന് പറഞ്ഞാൽ ബീച്ചിങ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്റ്റൈൽ നിങ്ങൾ കാണാം, ഇസ് നോർത്തേൺ നെയ്ബർ എന്നാണ്. ഇന്ത്യയുടെ നോർത്തേൺ അയൽക്കാരുമായി എന്നർത്ഥം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് ജനറൽ നോളജും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. ഇന്ത്യയുടെ നോർത്തേൺ അയൽ രാജ്യം ചൈന, അതേപോലെ ഫോറിൻ സെക്രട്ടറി, അതേപോലെ എന്താണ് ഡോക്ലാം എന്നൊരു പ്രദേശം, ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക്, ഒരു ജനറൽ നോളജിൻ്റെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. ഇതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി സെക്കൻഡ് പാരഗ്രാഫ്. ദ ഫോറിൻ സെക്രട്ടറീസ് നോട്ട്, ഫോറിൻ സെക്രട്ടറിയുടെ നോട്ട് ടു ക്യാബിനറ്റ് സെക്രട്ടറി പി കെ സിൻഹ ഓൺ ഫെബ്രുവരി 22 ക്യാബിനറ്റ് സെക്രട്ടറി സിൻഹയ്ക്ക് അയച്ച ഫോറിൻ സെക്രട്ടറിയുടെ നോട്ടിൽ came a day before he flew down to the beaching. Came a day before, ഒരു ദിവസം മുമ്പ് വന്നു. He flew down to beaching. അദ്ദേഹം ബീച്ചിങ്ങിലേക്ക്, ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു പോവുക എന്നാണ്. ഫ്ലൂ ഡൗൺ പറന്നിറങ്ങുക. അപ്പോൾ ബീച്ചിങ്ങിലേക്ക് പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ലഭിച്ചു, നോട്ട് ലഭിച്ചു. ആൻഡ് ഹെൽഡ് എ ടോക്ക് വിത്ത് ചൈനീസ് വൈസ് ഫോറിൻ മിനിസ്റ്റർ ആൻഡ് ഹെൽഡ് ടോക്ക്. അങ്ങനെ ഹെൽഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നർത്ഥം. ഹെൽഡ് ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരം പിടിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നർത്ഥം. ആൻഡ് ഹെൽഡ് ടോക്ക് വിത്ത് ചൈനീസ് വൈസ് ഫോറിൻ മിനിസ്റ്ററുമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് കോങ് ഷ്വാങ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ചൈനീസ് പേര് വായിക്കാൻ പ്രൊണൗൺസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹവുമായി സംസാരിച്ചു. ആൻഡ് കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ വേർഡാണ്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്ദർശിച്ചു ഫോറിൻ മിനിസ്റ്റർ വാങ് ആൻഡ് സ്റ്റേറ്റ് കൗൺസിലർ യങ് ജീച്ചി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ പ്രൊണൗൺസ് ചെയ്യാം. അവരുടെ പേരുകൾ ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അവരെ സന്ദർശിച്ചു എന്നർത്ഥം. കോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എന്നർത്ഥം. This was the first bilateral standalone visit by Indian Foreign Secretary after a year. This was the first. ഇതായിരുന്നു ഫസ്റ്റ് ബൈലാറ്ററൽ സ്റ്റാൻഡലോൺ വിസിറ്റ്. സ്റ്റാൻഡലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നർത്ഥം. സ്റ്റാൻഡലോൺ ഒറ്റയ്ക്കുള്ള വിസിറ്റ്, സന്ദർശനം ബൈ ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി. ഇതായിരുന്നു ഫോറിൻ സെക്രട്ടറിയുടെ ഒരു വർഷത്തിലുള്ള ആദ്യ വിസിറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ടിന്യൂ ഓൺ പേജ് 2. ഇനി ബാക്കിയുള്ളത് പേജ് 2 തുടരും. അപ്പോൾ നമുക്കവിടെ കൂടുതൽ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ പേജിലെ മറ്റുള്ള ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യു ബൈ.